ഇവിടെയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റുകൾ ഇന്ത്യയിൽ നടന്ന ഡെവലപ്മെൻറ്റാണ്. ഇന്നലെ 2 വിദേശ രാജ്യങ്ങളുടെ നേതാക്കൾ ഇന്ത്യക്കുള്ളിലുണ്ടായിരുന്നു. അതിലൊന്ന് പോളണ്ട്, മറ്റൊന്ന് UAE. പോളണ്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ ലാസ്റ്റ് വരാം. പോളണ്ടിന് ചെറിയൊരു ഇരട്ടത്താപ്പ് നയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ UAEയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ UAEയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പുള്ളിക്കാരൻ ഒറ്റ ദിവസത്തെ നോട്ടീസ് കൊടുത്തുകൊണ്ടാണ് നെക്സ്റ്റ് ഡേ തന്നെ ഇന്ത്യ സന്ദർശിച്ചത്. അതായത് 18-ാം തീയതി ഇന്ത്യയെ അറിയിക്കുന്നു, 19-ാം തീയതി ഇന്ത്യ സന്ദർശിക്കുന്നു. വളരെ ഷോർട്ട് നോട്ടീസാണ്. ആ ഷോർട്ട് നോട്ടീസിൽ രഹസ്യമായിട്ട് പ്രൈം മിനിസ്റ്റർ മോദിയുടെ വസതിയിൽ വെച്ചിട്ട് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും അതുപോലെ പ്രൈം മിനിസ്റ്റർ മോദിയും നിർണായകമായിട്ടുള്ള ചില പോയിന്റുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ പത്രസമ്മേളനത്തിൽ നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു വെച്ചത് ഇന്ത്യയും UAEയും തമ്മിൽ ഏതാണ്ട് $100 ബില്യൺ വർത്ത് വരുന്ന ട്രേഡ് നമ്മൾ സർപ്പാസ് ചെയ്തിരിക്കുകയാണ്. 2032 നമ്മളത് 200 ബില്യൺ ആയിട്ട് ഉയർത്താനുള്ള ശ്രമത്തിലാണ്. അതുപോലെ തന്നെ UAEയിൽ നിന്നും നമ്മൾ വീണ്ടും ഈ ഗ്യാസ് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എഗ്രിമെൻറ്റ്, അതുപോലെ തന്നെ UAEയുടെ സോവറിൻ ഫണ്ട് ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് UAE പദ്ധതി ഇട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻറ്റ്, അങ്ങനെ പരസ്പരം സഹകരിക്കുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റുകളാണ് ഉടനീളം ചർച്ചയായതും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലെറ്റേഴ്സ് എല്ലാം തന്നെ സൈൻ ചെയ്യിപ്പിച്ചതും. അപ്പോൾ ഇപ്പോൾ തിടുക്കിട്ട് UAEയുടെ പ്രസിഡന്റ് പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസ് കൊടുത്തുകൊണ്ട് ഏതാണ്ട് അപ്പ് ആൻഡ് ഡൗൺ 7 മണിക്കൂറോളം യാത്രയുണ്ട് UAEയും ന്യൂഡൽഹിയും തമ്മിൽ. അപ്പോൾ 7 മണിക്കൂറോളം യാത്ര നടത്തി ഒരു പർട്ടിക്കുലർ ഡേയിൽ ഒരു 2.5-3 മണിക്കൂറോളം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിക്കാനുള്ള അർജൻസി എന്തായിരുന്നു? ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് UAE ഇപ്പോൾ നിലവിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ യമനിൽ നടക്കുന്ന ആ ഒരു വിഷയത്തെ ചൊല്ലി UAEക്കെതിരെ നല്ല രീതിയിലുള്ള ചേരിതിരിവാണ് ഈ OIC എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടായ്മയിൽ ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൗദിയുടെ അജണ്ടയാണ് നടപ്പിലാകുന്നത്. പരമാവധി രാജ്യങ്ങളെല്ലാം തന്നെ സൗദി അറേബ്യയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈവൻ ദോ 2 ആഴ്ചയ്ക്ക് മുമ്പ് UAEയുടെ പ്രസിഡന്റ് ഇതുപോലെ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ പാകിസ്ഥാനിലെത്തിയ സമയത്തും പാകിസ്ഥാൻ്റെ സപ്പോർട്ടും UAEക്ക് കിട്ടിയിട്ടില്ല. അതും കൂടിയാണ് നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടത്. പാകിസ്ഥാൻ പോലും സപ്പോർട്ട് കൊടുക്കുന്നില്ല. പക്ഷേ എത്രയോ തവണ UAEയിൽ നിന്നും സഹായം കൈപ്പറ്റിയിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പം നിലവിൽ പാകിസ്ഥാനികളുടെ വിസയൊക്കെ UAE ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ UAEക്ക് വളരെ ശക്തമായിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ആവശ്യമുണ്ട്. അത് ഡിഫൻസ് മേഖലയിൽ. ഈ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ രീതിയിൽ പാർട്ട്ണർഷിപ്പ് ഒരുക്കാനാണ് ഇന്ത്യ സന്ദർശിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് തന്നെയാണ് റീസൺ, അല്ലാതെ വേറൊരു റീസണും ഇല്ല അതിനകത്ത്. ബാക്കി UAEയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഇൻഫാക്റ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ആരും തന്നെ UAE സന്ദർശിക്കാത്ത കാലത്തിലും ഇന്ത്യയിലുള്ള ഒരുപാട് ജനങ്ങൾ, ഏതാണ്ട് 45 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിലുള്ള ആൾക്കാരാണ് UAE എന്ന് പറഞ്ഞ ഒറ്റ രാജ്യത്ത് മാത്രം താമസിക്കുന്നത്, ഇന്ത്യക്കാർ. ഇത്രത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്ന ഇന്ത്യക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം കൂടിയാണ് UAE. അപ്പം ആ UAE ഇന്ത്യ സന്ദർശിക്കുന്നതിൻ്റെ കാരണം തന്നെ പ്രധാനമായിട്ട് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട സഹകരണം, ഇതാണ് വേണ്ടത്. പക്ഷേ ഇന്ത്യ ഇന്നലെ ഈ ഒരു എമർജൻസി മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പോസിറ്റീവായിട്ടൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പോസിറ്റീവായിട്ട് ശക്തമായ രീതിയിൽ ഞങ്ങൾ ഇന്നെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ഒന്നും നൽകിയിട്ടില്ല. പക്ഷേ UAE ബ്രഹ്മോസ് മിസൈലിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മെയിനായിട്ട്. അതായത് അവർക്ക് ബ്രഹ്മോസ് എയർ ഡിഫൻസ് സിസ്റ്റം, ഫിലിപ്പൈൻസിൽ നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ ബ്രഹ്മോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ ബ്രഹ്മോസ് സിസ്റ്റം UAEക്ക് വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ ബ്രഹ്മോസ് സിസ്റ്റം ഒഴികെ അവർക്ക് മിലിറ്ററി തലത്തിൽ, അതായത് ഡിഫൻസ് തലത്തിലുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. UAE സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ്. ഈ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പെൻഡൻസി ഒഴിവാക്കുകയാണ്. അപ്പോൾ അത് സൗദി അറേബ്യ എങ്കിൽ സൗദി അറേബ്യ ഒരുത്തനെയും ഇനി വകവെക്കേണ്ടതില്ല. UAEക്ക് പൈസയുണ്ട്. താരതമ്യേന നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗദി അറേബ്യ വലിയ രാജ്യമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ UAE വളരെ പവർഫുൾ ആണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സൗദി അറേബ്യ മറ്റുള്ള ഗ്ലോബൽ കമ്മ്യൂണിറ്റിയെ റിസീവ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അത് വളരെ റീസെൻ്റ് ആയിട്ട് MBS വന്നതിന് ശേഷം മാത്രം തുടക്കം കുറിച്ച പദ്ധതികളാണ്. ഇപ്പോഴാണ് സൗദിയിൽ തിയേറ്ററും അതേപോലെ ബാറുകളെല്ലാം തന്നെ ഓപ്പൺ ആയിരിക്കുന്നത്. ഇപ്പം തന്നെ ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇതുവരെ ലിക്കറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു രീതിയിലുള്ള തീരുമാനമായിട്ടില്ല. അപ്പോൾ ആ രീതിയിലുള്ള കൺസർവേറ്റീവ് സൊസൈറ്റി ആയിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യ ഗ്ലോബലി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നഗരമല്ല ഇപ്പോഴും, ദുബായ് കമ്പയർ ചെയ്യുമ്പോൾ അഥവാ UAE കമ്പയർ ചെയ്യുമ്പോൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഗ്ലോബലി സൗദി അറേബ്യ
ജിദ്ദ പോലത്തെ റിയാദ് പോലത്തെ നഗരങ്ങളൊക്കെ ഉണ്ടെങ്കിലും മതപരമായ ചിന്താഗതികളിൽ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു സൊസൈറ്റിയാണ് സൗദി അറേബ്യയിലുള്ളത് UAE കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ രീതിക്ക് ഒരു ഫ്രീ സൊസൈറ്റി എന്നുള്ള നിലയിൽ UAE വളരെയധികം പ്രാധാന്യം നേടുന്നുണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ അങ്ങനത്തെ UAE ശരിക്കും അവരുടെ ഇൻഡിപെൻഡന്റ് ഡിഫൻസ് സെക്യൂരിറ്റി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പാതയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കാരണം ഇപ്പോഴാണ് ശരിക്കും UAEക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്, അതായത് ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ആരൊക്കെ കൂടെ നിൽക്കും, ആരൊക്കെ കൂടെ നിൽക്കില്ല എന്നുള്ളത്. ഒറ്റ അറബ് രാജ്യം, ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു അറബ് രാജ്യം പോലും UAEക്ക് സപ്പോർട്ടായിട്ട് നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് UAE തിരിച്ചറിയാൻ എടുക്കുന്ന ഒരു ടൈമാണ്. ആ തിരിച്ചറിവിൻ്റെ ബോധ്യത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒറ്റ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. ഇന്നലെ പുള്ളിക്കാരൻ ഇന്ത്യയിൽ വന്നത് എല്ലാ തവണയും വരുന്നത് പോലെ ആ ഒരു ഹാപ്പി മൂഡിലല്ല വന്നത്. അത് വളരെ പ്രകടമാണ് ആ മുഖത്തിൽ. ഇപ്പോൾ എയർപോർട്ടിൽ പ്രൈം മിനിസ്റ്റർ മോദി റിസീവ് ചെയ്ത ആ ഒരു മൊമെന്റിലായിക്കോട്ടെ, അതുപോലെ തന്നെ അവർ പ്രൈം മിനിസ്റ്റർ ഹൗസിൽ ചെന്ന് ആ ഒരു ടൈമിലായിക്കോട്ടെ, അതുപോലെ തന്നെ അഹമ്മദാബാദിലൊക്കെ കുറച്ച് ഹാപ്പി ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ, ഇന്ത്യ, UAE ശക്തമായ കൂട്ടുകെട്ട് മുന്നോട്ട് വരികയാണ്. ഇസ്രായേലിനെ ഡയറക്റ്റായിട്ട് UAEയിലേക്ക് കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ ടെക്നോളജി എല്ലാം തന്നെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ളവർക്ക് കുരുപൊട്ടും. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ഐസൊലേഷൻ എന്നുള്ള തിയറിയിലേക്ക് പോകും. അതായത് UAE സ്വയമേ ഐസൊലേറ്റ് ചെയ്യുന്നത് പോലെ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അവർ എപ്പോഴും ഇന്ത്യ ത്രൂ ഇസ്രായേലിനെ അപ്രോച്ച് ചെയ്യാനാണ് UAE ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ടെക്നോളജിയും ഇസ്രായേലിൻ്റെ മാനുഫാക്ചറിങ്ങും ഇന്ത്യക്കുള്ളിൽ ധാരാളം ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട അമ്യൂണിഷൻസും പടക്കോപ്പുകളെല്ലാം തന്നെ ഇസ്രായേലിലുള്ള സംഗതികളായാലും അത് ഇന്ത്യയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് തന്നെ UAEക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ UAE വളരെ ശക്തമായ തീരുമാനമെടുത്ത് ഇന്ത്യയോടൊപ്പം നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് വൈകാതെ തന്നെ വിത്തിൻ 1 or 2 വീക്സിൽ ഇന്ത്യയും UAEയും തമ്മിൽ ഒരു ഡിഫൻസ് സഹകരണ പാക്ട് തയ്യാറാകും എന്നാണ് പറയുന്നത്. അത് ഇന്നലെ തിടുക്കിട്ട പത്രസമ്മേളനമായതുകൊണ്ട് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സൈഡിൽ നിന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ബ്രീഫിംഗ് ഒന്നും പുറത്തു വന്നിട്ടില്ല. ജസ്റ്റ് ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞിട്ട് എന്താണ് മീറ്റിംഗിൽ പ്രത്യേകിച്ച് സംസാരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് മാത്രമുള്ള ഒരു വിവരണമാണ് പങ്കുവച്ചത്. അപ്പോൾ അതിൽ ISROയുമായിട്ട് ബന്ധപ്പെട്ട് സ്പേസ് റിസർച്ചിൽ UAE ശക്തമായ രീതിയിൽ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ UAEക്ക് വേണ്ടിയും പ്രോജക്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് ഇതിനെ കാണുന്നത്. കാരണം UAE പോലത്തെ ശക്തമായ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റിയുള്ള ഫണ്ട് ഇറക്കാൻ കഴിവുള്ള ഒരു രാജ്യം ഇന്ത്യയുമായിട്ട് ഒത്തു നിൽക്കുക എന്നുള്ളത് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓപ്പർച്യൂണിറ്റി ഇന്ത്യ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു പരിധിവരെ അമേരിക്കയുടെ ഒരു താരിഫ് ഭീഷണി, അതുപോലെ തന്നെ ആഗോളതലത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അൺസർട്ടനിറ്റി, അവിടെ യുദ്ധം ഇവിടെ യുദ്ധം, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ ഇന്ത്യക്ക് ഇതിൽ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യ അത് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത് മാധ്യമങ്ങൾ കോൺസ്പിറസി തിയറിയിൽ പറയുന്നത് പോലെ പല പല വിഷയങ്ങൾ അങ്ങനെയൊന്നുമില്ല. കൃത്യമായിട്ട് UAEക്ക് ഡിഫൻസ് സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്, സെക്യൂരിറ്റി സപ്പോർട്ട്. അതായത് മറ്റുള്ള അറബ് രാജ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഒപ്പം കൂട്ടി നിർത്താൻ പറ്റുന്ന വിശ്വസ്തനായ ഒരു കൂട്ടാളി, ഒരു പങ്കാളി, അതിപ്പം UAEക്ക് വളരെ വളരെ അനിവാര്യമാണ്. ആ ഒരു പങ്കാളിയായിട്ട് ഇന്ത്യയെ കണ്ടുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ത്യയിലെത്തിയത്. ഇതാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഇപ്പം ഇത് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻറ്റയർ മീറ്റിംഗ് തന്നെ 3 മണിക്കൂറാണ് ഉണ്ടായിരുന്നത്. അതായത് UAE പ്രസിഡന്റ് തന്നെ ടോട്ടലി 3 മണിക്കൂറാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്രിസ്പായിട്ടുള്ള അതിൻ്റെ കോർ ഇഷ്യൂ ആണ് ഞാനിവിടെ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ പോളണ്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ പോളണ്ടിൻ്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സിക്കോർസ്കി ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പാകിസ്ഥാന്റെ ക്രോസ് ബോർഡർ തീവ്രവാദത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് NDTV ആണ് ചോദിച്ചത്. ആ ചോദ്യം ഇഗ്നോർ ചെയ്തിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം വേറൊന്നുമില്ല, അതിൻ്റെ ഒരു ദിവസം മുൻപ് 18-ാം തീയതി പുള്ളിക്കാരൻ ഇതേ ചോദ്യം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണോ അല്ലാന്നുണ്ടെങ്കിൽ പോളണ്ട് എന്ന് പറഞ്ഞ രാജ്യം എല്ലാ കാലത്തും തീവ്രവാദികൾക്ക് എതിരെ നിലപാട് എടുത്തിട്ടുള്ളതും പക്ഷേ അതേസമയം ഓപ്പൺ ആയിട്ട് സ്റ്റേറ്റ്മെന്റുകളൊന്നും തന്നെ അവർ പറയില്ല. ഇൻഫാക്ട് അവർ റെഫ്യൂജികളെ തന്നെ അവരുടെ രാജ്യത്ത് സ്വീകരിക്കാത്ത നിലപാടും കൂടിയുള്ള ഒരു രാജ്യമാണ് പോളണ്ട്. അപ്പോൾ അതായത് ആവശ്യമില്ലാതെ ഇപ്പോൾ തീവ്രവാദികൾക്കെതിരെ ഞാൻ പ്രസ്താവന പറഞ്ഞിട്ട് എന്തിനിപ്പോൾ എൻ്റെ രാജ്യത്തിനുള്ളിൽ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായാലോ എന്ന് ചിന്തിക്കുന്ന കൂട്ടരാണ് പോളണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയുമായിട്ട് വന്ന് ചർച്ച നടത്തിയത് യൂറോപ്യൻ യൂണിയൻ്റെ ഇന്ത്യയുമായിട്ടുള്ള നിലപാട് ഇപ്പം നിലവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ച്, അതുപോലെ തന്നെ നാറ്റോ എടുത്തിരിക്കുന്ന നിലപാട്, ഇന്ത്യ അനുകൂല നിലപാടാണ് ഇപ്പോൾ ഈ 2 സംഘടനകളും എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്നും ഒരു ബീട്രയൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരെടുത്തിരിക്കുന്ന ഈ ഒരു നിലപാട് ഇന്ത്യക്ക് അനുകൂലമായതുകൊണ്ടും ഇന്ത്യയോട് കൂടുതൽ ചേർന്ന് മാനുഫാക്ചറിങ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അവരുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കൂടുതൽ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഓരോന്നായിട്ട് ഇന്ത്യ സന്ദർശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പോളണ്ടും ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇന്ത്യക്കാർ ഒരുപാട് പോളണ്ടിലുണ്ട് കേട്ടോ. അത് ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ
സർവീസ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നേഴ്സിംഗ് മേഖലയിലൊക്കെ ഒരുപാട് ആൾക്കാർ പോളണ്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോളണ്ട് വന്നു, ചർച്ച നടത്തി. ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് പോളണ്ടും ഇന്ത്യയും തമ്മിൽ നടത്തിയത്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും അതുപോലെ പോളണ്ടിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സിക്രോസ്കിയും കൂടിയാണ് ഈ ഒരു ചർച്ച നടത്തിയത്. ചൈനയുടെ ന്യൂക്ലിയർ പവേർഡ് എയർക്രാഫ്റ്റ് കരിയർ ഫ്യൂജിയാൻ നവംബർ 2025 മുതൽ തന്നെ ഇത് ചൈനയുടെ നേവൽ ഫോഴ്സിൽ സർവീസ് ചെയ്യുന്നുണ്ട്. ഇത് ഏതാണ്ട് 80,000 ടണ്ണാണ് ഈ വെസലിന്റെ ഭാരം. ഇത് ചൈനയുടെ ലാർജസ്റ്റ് കൺവെൻഷണൽ വാറിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെസലാണ്. ചൈനയുടെ വാർഷിപ്പ് ബിൽഡിങ്ങിന്റെ ഒരു എക്സ്ട്രോർഡിനറി ക്രിയേഷൻ ആയിട്ടാണ് അവർ ഇതിനെ നോക്കിക്കാണുന്നത്. ഫിലിപ്പൈൻസിൽ ടൈഫൂൺ ചുഴലിക്കാറ്റിൽ ഒരുപാട് നാശനഷ്ടങ്ങളാണ്. ഫിലിപ്പൈൻസ് മാത്രമല്ല, ഇപ്പുറത്ത് സുമദ്ര ഐലൻഡ്, അവിടെ എല്ലാം തന്നെ നാശനഷ്ടങ്ങളുണ്ട്. പക്ഷെ അതേ സമയത്ത് ഫിലിപ്പൈൻസിന് ഇന്ത്യ 30,000 ടൺ എയ്ഡാണ് കൊടുത്തയക്കുന്നത്. അത് ഓൾറെഡി തന്നെ നമ്മൾ കൃത്യമായിട്ട് അത് എയർലിഫ്റ്റ് ചെയ്ത് അവിടെ എത്തിച്ചിട്ടുണ്ട് ഫിലിപ്പൈൻസിൽ. UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും പുള്ളിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിന് വഴിയൊരുക്കിയത് ട്രംപ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ 8 രാജ്യങ്ങൾക്കെതിരെ താരിഫ് പ്രഖ്യാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് കീർ സ്റ്റാർമർ ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രസ്താവന പുറപ്പെടുവിച്ചത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.